3 യുവാക്കളുടെ 1 സെക്കൻഡ് നേരത്തെ ഇടപെടലിൽ രക്ഷപ്പെട്ടത് 8 വയസ്സുകാരിയുടെ ജീവനാണ്. സംഭവം കണ്ണൂർ പഴയങ്ങാടിയിലാണ്. കടയിൽ നിന്ന് ചൂയിംഗം വാങ്ങിക്കഴിച്ച സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ ചൂയിംഗം തൊണ്ടയിൽ കുടുങ്ങി. പാതി ശ്വാസം നിലച്ച 8 വയസ്സുകാരിയെ ശ്രദ്ധിച്ചതും ദൈവദൂതരെ പോലെ അവർ ആ കുട്ടിയെ രക്ഷിച്ചു. കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട് പറയും അവിടെ എന്താണ് സംഭവിച്ചത്. തൊണ്ടയിൽ ചുയിങ്കം കുടുങ്ങിപ്പോയി അവരെ രക്ഷപ്പെടുത്തിയ യുവാക്കളുടെയും ഒരു 3ാം ക്ലാസ്സുകാരിയുടെയും വാർത്ത, ഒരു CCTV ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലാണ്. രക്ഷപ്പെടുത്തിയ ഈ മോളെ രക്ഷപ്പെടുത്തിയ 3 യുവാക്കളും ആ രക്ഷപ്പെട്ട ഫാത്തിമയുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഫാത്തിമ, എന്തുണ്ട്? അടിപൊളി. എന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചു ഇന്നലെ? ഞാൻ സൈക്കിളെടുത്ത് പോകുമ്പോൾ ചീങ്കം തോന്നി. അപ്പോൾ വളക്കുമ്പോൾ ചീങ്കം തൊണ്ടയിൽ പോയി. അപ്പോൾ ഈ കാക്കനെ ഞാൻ ചൊട്ടി. അപ്പോൾ ഈ കാക്കക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ കാക്കനെ എടുത്തിട്ട് കുലുക്കി. അപ്പോൾ മനസ്സിലായി. എന്നിട്ട് ചീങ്കം പുറത്തേക്ക് വന്നു. അവിടെ ഫസ്റ്റ് പറഞ്ഞത് അതിന് എനിക്കാദ്യം കണ്ടപാടനെ എനിക്ക് പിടികിട്ടി. കണ്ണ് ഒരു ശ്വാസം കിട്ടാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. കൈയോടെ ആംഗ്യം മാത്രമേ കാണിക്കുന്നേ ഉള്ളൂ. അന്നേരം എനിക്ക് പിടുത്തം കിട്ടി. ഞാൻ പുറത്ത് 2-3 അടി അടിച്ചാൽ ഇവർ രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ട്. ഇവരെ വിളിച്ച് പറഞ്ഞ് ഞാൻ വണ്ടിയിലുണ്ടായിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു പിന്നെ പെട്ടെന്ന് കുട്ടിക്ക് പറ്റുന്നില്ല. ബൈക്കിലാണ്? ബൈക്കാണ്. ഞാൻ പറഞ്ഞു ഇവരോട് ഒന്ന് കുട്ടിക്ക് പറ്റുന്നില്ല, ഒന്ന് പെട്ടെന്ന് ഇതാക്കണം. അപ്പോൾ ഈ രണ്ടാളും വന്നു, എടുത്തു, പിന്നെ അബ്ഡാമിനെല്ലാം അമർത്തി. ഫസ്റ്റ് നിങ്ങളുടെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അവളെ ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ണെല്ലാം ഇങ്ങനെ മേലോട്ടായിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണുന്ന പോലെ കമത്തിയിട്ട് അബ്ഡോമിനിൽ പിടിച്ച് 2-3 പ്രാവശ്യം പ്രസ് ചെയ്ത് തരും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഇങ്ങനെ ഒരു ഇതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ചുയിങ്കം പുറത്തേക്ക് പോകുന്നത് കണ്ടു. അപ്പം പിന്നെ അവൾക്ക് ആശ്വാസമായി. കുട്ടിയുടെ മനോധൈര്യമാണ് ആദ്യം പറയേണ്ടത്. കുട്ടി നമ്മളടുത്ത് വന്ന് ആംഗ്യം കാണിച്ചത് കൊണ്ട്, ആ സമയത്ത് സംയോജിതമായിട്ട് നമ്മളടുത്തേക്ക് തന്നെ വന്നതുകൊണ്ട് നമ്മളതിനൊരു നിമിത്തമായി. വീട്ടിലെത്തിയപ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ എന്താ പറഞ്ഞത്? നമുക്ക് വളരെ സൂക്ഷിച്ചത് കഴിക്കണം അല്ലേ? എന്തായാലും വലിയ സന്തോഷമാണ്. ആ കുട്ടിക്ക് മറ്റ് അപകടമൊന്നും ഇല്ലാതെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു വന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കുഞ്ഞിന് തോന്നിയ ഒരു സെക്കൻഡ് സമയത്തെ ഒരു തോന്നൽ, ഇവരോട് ചെന്ന് പറയാം ഇവർ രക്ഷപ്പെടുത്തുമെന്നുള്ളൊരു തോന്നലാണ് മറ്റ് അപകടമൊന്നുമില്ലാതെ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. വലിയ സന്തോഷമാണ്. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ആ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവാശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.